നമുക്കിപ്പം തിരുവനന്തപുരം മുതൽ എടുത്താൽ ഇപ്പം അഗസ്ത്യാർകൂടം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ വയനാട് മാത്രമല്ലല്ലോ പ്രശ്നം. ഇപ്പം നമുക്ക് പാലോട്, നെയ്യാറ് അങ്ങനെയുള്ള വിതുര മേഖലകളൊക്കെ വനമേഖലകളാണ്. ഇപ്പോൾ കൊല്ലത്തേക്ക് വന്നാൽ കുളത്തൂപ്പുഴ, അരിപ്പ തുടങ്ങിയ പ്രദേശങ്ങൾ അതൊക്കെ പിന്നെ വനമേഖലയാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ റാന്നി, കോന്നി, തണ്ണിത്തോട്, സീതത്തോട് ഈ മേഖലയൊക്കെ വനമേഖലയാണ്. ഇടുക്കിയിൽ നമുക്കറിയുന്നത് പോലെ പൂപ്പാറ മുതൽ പീരുമേട്, ഈ കുമളി, അടിമാലി, മൂന്നാർ ഈ മേഖലകൾ മുഴുവൻ വനമേഖലകളാണ്. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് കുട്ടമ്പുഴ, അതുപോലെ തന്നെ കോതമംഗലം ഈ പ്രദേശങ്ങളെല്ലാം വനമേഖലയാണ്. തൃശ്ശൂർ ഇപ്പം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി, വാഴച്ചാൽ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന ഇറങ്ങിയിട്ട് മയക്കുവെടി വെച്ചിട്ടേ ഉള്ളൂ. അതേപോലെ മലക്കപ്പാറ ആ പ്രദേശങ്ങളെല്ലാം തന്നെ വന അതിർത്തിയുമായി ബന്ധപ്പെട്ടോ വനപ്രദേശങ്ങളുമാണ് എന്നുള്ളതാണ്. പാലക്കാട് വാളയാറാണെങ്കിലും നെല്ലിയാമ്പതി ആണെങ്കിലും അട്ടപ്പാടി ആണെങ്കിലും ധോണി ആണെങ്കിലും വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. കോഴിക്കോടാണെങ്കിലും ഊരാച്ചുണ്ട്, പെരുവണ്ണാമൂഴി, തിരുവമ്പാടി, കക്കയം ഈ മേഖലകളെല്ലാം വനമേഖലകളാണ്. ആലപ്പുഴ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാം മലപ്പുറത്ത് നിലമ്പൂർ എന്ന് പറയുന്നത് മേഖലയാണ്. വയനാട് പൂർണ്ണമായും പിന്നെ വനമേഖലയാണ്. കണ്ണൂരാണെങ്കിൽ ആറളം, കേളകം, കൊട്ടിയൂർ ഈ മേഖലകളെല്ലാം വനമേഖലയാണ്. അപ്പം ഇത് വയനാടിൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാൻ ഈ വിശദമായിട്ട് ഈ ഭൂവിസ്തൃതിയിൽ എങ്ങനെയാണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്.